ലോക സിനിമയിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ഒപ്പൻഹൈമർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം നോളൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് ദി ഒഡീസി. ഇന്ന് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ ചർച്ചയും ഈ സിനിമയെക്കുറിച്ചാണ്. പ്രാചീന ഗ്രീക്ക് കവിയായ ഹോമർ രചിച്ച ലോകപ്രശസ്തമായ ഇതിഹാസ കാവ്യത്തെ ആസ്പദമാക്കിയാണ് നോളൻ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ സിനിമ കണ്ടിറങ്ങിയ പലരുടെയും മനസ്സിൽ വലിയൊരു ചോദ്യമുണ്ട്. ഹോമർ എഴുതിയ യഥാർത്ഥ ഒഡീസിയിൽ എന്താണ് സംഭവിക്കുന്നത്? നോളൻ സിനിമയ്ക്കായി ഇതിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഒഡീസി? ആരാണ് ഒഡീസിയസ്? ട്രോജൻ യുദ്ധവുമായി ഇതിന് എന്താണ് ബന്ധം? ഇന്ത്യൻ മഹാകാവ്യങ്ങളായ രാമായണത്തോടും മഹാഭാരതത്തോടും ഇതിനെന്തെങ്കിലും സാമ്യമുണ്ടോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ലോക സാഹിത്യത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കവികളിലൊരാളാണ് ഹോമർ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് രണ്ട് മഹത്തായ ഗ്രീക്ക് ഇതിഹാസങ്ങൾ അറിയപ്പെടുന്നത്. ഒന്ന് ദി ഇലിയഡും മറ്റൊന്ന് ട്രോജൻ യുദ്ധത്തിൻ്റെ കഥ പറയുന്ന ദി ഒഡീസിയും. ആ യുദ്ധത്തിന് ശേഷം ഒരു രാജാവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ നടത്തിയ 10 വർഷത്തെ സാഹസിക യാത്രയുടെ കഥയാണ് ഒഡീസി പറയുന്നത്. ഒഡീസിയസ് ഗ്രീസിലെ ഇത്താക്ക എന്ന ദ്വീപ് രാജ്യത്തിൻ്റെ രാജാവാണ്. ട്രോജൻ യുദ്ധത്തിലെ ഏറ്റവും ബുദ്ധിമാനായ യോദ്ധാക്കളിലൊരാൾ. യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം മറ്റ് രാജാക്കന്മാർ വീടുകളിലെത്തിയെങ്കിലും ഒഡീസിയസിൻ്റെ യാത്ര അങ്ങനെ ആയിരുന്നില്ല. വീട്ടിലെത്താൻ അദ്ദേഹത്തിന് വീണ്ടും 10 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ആ യാത്രയാണ് ഒഡീസി. ഹോമറുടെ മൂലകാവ്യത്തിൽ ഒഡീസിയസ് ബുദ്ധിമാനും തന്ത്രശാലിയും വാക്ചാതുര്യമുള്ളവനുമായ ഒരു നായകനാണ്. എന്നാൽ നോളൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ യുദ്ധഭീതിയും വിഷാദരോഗവും അലട്ടുന്ന സാധാരണക്കാരനായ ഒരു പടയാളിയായാണ് ഒഡീസിയസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്രീക്ക് പുരാണങ്ങളിൽ ദേവന്മാരായ അഥീനയും പൊസൈഡണും മനുഷ്യരുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ടിരുന്നു. എന്നാൽ സിനിമയിൽ ഈ ദേവതാ കഥാപാത്രങ്ങൾക്ക് വികാരഭരിതമായ മാനുഷിക ഭാവങ്ങളാണ് നോളൻ നൽകിയിരിക്കുന്നത്. ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധമാണ് ട്രോജൻ യുദ്ധം. സ്പാർട്ടയുടെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരൻ പാരീസ് കൊണ്ടുപോയതോടെയാണ് യുദ്ധത്തിന് ആരംഭം കുറിച്ചത്. 10 വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിച്ചത് ഒഡീസിസിൻ്റെ ബുദ്ധിയായിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ച ട്രോജൻ ഹോഴ്സ് തന്ത്രത്തിലൂടെയാണ് ട്രോയ് നഗരം വീണത്. പക്ഷേ വിജയത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം തുടങ്ങിയത്. നോളൻ്റെ ചിത്രത്തിൽ ഒഴിവാക്കപ്പെടുകയോ ചുരുക്കപ്പെടുകയോ ചെയ്ത മറ്റൊരു പ്രധാന കഥാപാത്രമാണ് എയോളസ്. കാറ്റിൻ്റെ ദേവനായ എയോളസ് ഒഡീസിയസിന് ഇത്താക്കയിലേക്ക് വേഗത്തിലെത്താൻ ആവശ്യമായ കാറ്റുകൾ അടങ്ങിയ തോൾസഞ്ചി നൽകിയിരുന്നു. എന്നാൽ നിധിയടങ്ങിയ സഞ്ചിയാണെന്ന് തെറ്റിദ്ധരിച്ച് നാവികർ അത് തുറന്നതോടെ കപ്പൽ വീണ്ടും വഴിതെറ്റിപ്പോയി. വീട്ടിലേക്കുള്ള യാത്രയിൽ ഒഡീസിയസ് നേരിടുന്നത് വെറും കൊടുങ്കാറ്റുകളല്ല. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒറ്റക്കണ്ണനായ ഭീമൻ സൈക്ലോപ്സ്, മന്ത്രവാദിനി സിർസി, കടൽദേവനായ പൊസൈഡൻ, മനോഹര ഗാനത്തിലൂടെ മനുഷ്യരെ മരണത്തിലേക്ക് ആകർഷിക്കുന്ന സൈറൻസ്, സമുദ്ര രാക്ഷസന്മാരായ സ്കില്ലയും കരിബ്ഡിസും, പിന്നെ 7 വർഷം തടവിൽ പാർപ്പിച്ച കാലിപ്സോയുമാണ്. ഇവയെല്ലാം കടന്നാണ് അദ്ദേഹം സ്വന്തം നാട്ടിലെത്തുന്നത്. ഒഡീസിയസ് മരിച്ചുവെന്ന് എല്ലാവരും കരുതുന്നു. ഭാര്യ പെനലോപ്പിയെ വിവാഹം ചെയ്യാൻ നിരവധി പ്രഭുക്കന്മാർ കൊട്ടാരത്തിലെത്തുന്നു. മകൻ ടെലിമാക്കസ് അച്ഛനെ അന്വേഷിച്ചിറങ്ങുന്നു. പക്ഷേ പെനലോപ്പിക്ക് ഒരു വിശ്വാസമുണ്ട്: ഒഡീസിയസ് തിരികെ വരും. ഈ കാത്തിരിപ്പാണ് ഒഡീസിയുടെ വൈകാരിക ശക്തി. ഈ കഥ വെറുമൊരു സാഹസിക യാത്രയല്ല. ഇത് സംസാരിക്കുന്നത് കുടുംബ ബന്ധത്തെക്കുറിച്ചും വിശ്വസ്തതയെക്കുറിച്ചുമാണ്. മനുഷ്യൻ്റെ സഹനശക്തിയെക്കുറിച്ചും ബുദ്ധിയും ധൈര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. യുദ്ധത്തിൻ്റെ വിലയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ 3000 വർഷങ്ങൾക്ക് ശേഷവും ഈ കഥ ലോകത്തെ ആകർഷിക്കുന്നു. പല ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്ന ചില കൗതുകകരമായ സാമ്യങ്ങളുണ്ട്. രാമായണത്തിൽ വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നു. ഒഡീസിയിൽ യുദ്ധത്തിനു ശേഷം ഒഡീസിയസ് ഇത്താക്കയിലേക്ക് മടങ്ങുന്നു. രണ്ടിടത്തും കുടുംബത്തിലേക്കുള്ള മടക്കമാണ്. വിശ്വസ്തയായ ഭാര്യ, അനേകം പരീക്ഷണങ്ങൾ, നീതിയുടെ വിജയം എന്നിവ രണ്ടിലും ഒരുപോലെ കാണാനാകും. എന്നാൽ ഇവ രണ്ടും വ്യത്യസ്ത സംസ്കാരങ്ങളിലും വ്യത്യസ്ത കാലഘട്ടങ്ങളിലുമാണ് രൂപം കൊണ്ടത്. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ ഈ പുരാതന ഇതിഹാസത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി. എന്നാൽ സിനിമയും ഹോമറിൻ്റെ യഥാർത്ഥ കൃതിയും തമ്മിൽ ചില മാറ്റങ്ങളുണ്ട്. നോളൻ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കും യുദ്ധാനന്തര കുറ്റബോധത്തിനും
കൂടുതൽ പ്രാധാന്യം നൽകിയപ്പോൾ യഥാർത്ഥ ഇതിഹാസം ദേവന്മാരുടെയും പുരാണ ഘടകങ്ങളുടെയും സാന്നിധ്യം കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു. ഈ വ്യത്യാസങ്ങളാണ് സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാന ചർച്ചകളിലൊന്ന്. ഹോമറുടെ കാവ്യത്തിൽ വൻ രക്തച്ചൊരിച്ചിലോടെയാണ് കഥ അവസാനിക്കുന്നതെങ്കിലും സിനിമയിൽ നോളൻ ഈ വയലൻസ് രംഗങ്ങൾ വളരെ മിതമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു ഇതിഹാസത്തെ 21-ാം നൂറ്റാണ്ടിലെ സിനിമാറ്റിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ദൃശ്യവൽക്കരിക്കുമ്പോൾ ചില കഥാസന്ദർഭങ്ങൾ വെട്ടിമാറ്റേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഹോമറുടെ ദി ഒഡീസി എന്ന മഹത്കൃതി വായിക്കാത്ത പുതിയൊരു തലമുറയ്ക്ക് മുന്നിലേക്ക് ഈ ഗ്രീക്ക് ഇതിഹാസത്തെ എത്തിക്കാൻ ക്രിസ്റ്റഫർ നോളന്റെ ഈ ചിത്രം വഴിവെച്ചു എന്നതിൽ സംശയമില്ല. 3000 വർഷം, 100 കണക്കിന് ഭാഷകളിലേക്ക് വിവർത്തനം, നിരവധി സിനിമകളും നാടകങ്ങളും, എന്നിട്ടും ദി ഒഡീസി ഇന്നും ജീവിക്കുന്നു. കാരണം ഇതൊരു രാജാവിൻ്റെ യാത്ര മാത്രമല്ല, വീട്ടിലേക്കുള്ള മനുഷ്യൻ്റെ മടക്കയാത്ര കൂടിയാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനസ്സിൻ്റെ ഈ യാത്രയാണ് ഹോമറുടെ ഒഡീസിയെ ഇന്നും ലോക സാഹിത്യത്തിൻ്റെ ശാശ്വത ഇതിഹാസമായി നിലനിർത്തുന്നത്.